ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ ലീബ്ര, നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. പക്ഷെ അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. ബുക്കിംഗ്സ് ഓപ്പൺ ആണ് ആൻഡ് ലിമിറ്റഡ് സമയം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. അത് മാത്രമല്ല, ഈ വീഡിയോ റെസൊനേറ്റ് ആയിച്ചാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് ഔട്ട്കം അതൊക്കെ എൻഡ് ആവുമ്പോഴേക്കും ഞാൻ അത് ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണാം. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ലീബ്ര, നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി ഈ സമയത്ത്? നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? 5 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? ജസ്റ്റിസ്, ലീബ്ര എനർജി. ആൻഡ് കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയ്ക്കാണ് 8 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ 5 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഒരു ലോസിന്റെ എനർജിയാണ്. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങൾ കുറെ ഒരു ലോസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അത്ര നിങ്ങളെ അത്ര പ്രയോറിറ്റൈസ് ചെയ്യില്ല, നിങ്ങളെ അത്ര ലൈക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ കുറച്ചൊരു നെഗറ്റീവ് തിങ്കിങ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ കുറിച്ച് തന്നെയാണ് തിങ്ക് ചെയ്യണത്. അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ സൈൻ ഈ പേഴ്സന്റെ സൈഡിലാണ് കാണുന്നത് ഞാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട, മിസ് ചെയ്യേണ്ട നിങ്ങളെ. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ 8 ഓഫ് പെന്റിക്കിൾസ് ഒരു വെരി ബിസി എനർജിയാണ്. മേ ബി വർക്കിന്റെ കാരണം നിങ്ങൾക്ക് അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല. ഈ പേഴ്സണെ മേ ബി അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല. ഓറെൽസ് നിങ്ങൾക്കായിരിക്കും ഒരു വർക്ക് ബിസി ആയിട്ട് നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിന്. അപ്പൊ ഈ 5 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്തുകൊണ്ടാണ്? പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് 9 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിൽ ജസ്റ്റിസ് എന്താണ്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ് and 10 of cups. 8 of pentacles current situation എന്താണ്? 5 of wands. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് ലീബ്ര. അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ടും. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എനർജിയിൽ ഒരു വേറെ പേഴ്സൺ കാണാണ്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ മേ ബി പേഴ്സൺ മാരീഡ് ആയിരിക്കും, അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവും. ആൻഡ് അതാണ് ഇവിടെ ഇഷ്യൂ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് അത്രയൊന്നും ഓഫർ ചെയ്യാൻ അവർക്കില്ല. ആൻഡ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊന്നും പറഞ്ഞ ഒരു ഫ്യൂച്ചർ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആൻഡ് അത് കാരണമാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിടാൻ നോക്കണത്. ഇവിടെ ഒരു വാക്കിംഗ് അവേയുടെ എനർജി ഉണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി ഈ റിലേഷൻഷിപ്പിനെ വിട്ടുണ്ടാവും, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, ഓറെൽസ് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. എന്താണ് ഇവിടെ ആക്ച്വലി എന്താണ് നടക്കണേ ഈ സിറ്റുവേഷനിൽ? എന്താണ് ചാലഞ്ച്? ഇവിടെ ചാലഞ്ച് എന്താണ്? സ്റ്റാർ, എക്വേരിയസ് എനർജി, 3 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഈ ക്വീൻ ഓഫ് കപ്സ് ആരാണ്? നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ചാലഞ്ച് അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് വേണ്ട മാതിരി റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകില്ല. നിങ്ങൾക്ക് ചില വിഷസ് ഉണ്ട്, ഹോപ്സ് ഉണ്ട്. അത് ഈ റിലേഷൻഷിപ്പ് മേ ബി നിങ്ങൾക്ക്
ഒരു ഡ്രീം ഉണ്ടാവും, അത് നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, അങ്ങനത്തെയൊക്കെ ഡ്രീംസ് ഉണ്ടാച്ചാൽ ഇത് ആ ഡിറക്ഷനിലല്ല ഈ റിലേഷൻഷിപ്പ് പോണത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ അൺഹാപ്പി ആയിട്ട് ഇവിടെ ഒരു എനർജി ഞാൻ കാണുന്നത്. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയാണ്. ആൻഡ് ഇവിടെ സീക്രറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അത് ഈ പേഴ്സൺ തുറന്ന് ഒന്നും പറയൂല. മേ ബി അവർ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ഫാമിലിന്ന് വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ വരും, അങ്ങനെ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടാച്ചാലും അത് മുമ്പോട്ട് നടക്കുന്നില്ല, അത് അങ്ങനെ അല്ല പോണത്. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഈ പേഴ്സൺ ആക്ച്വലി അവരുടെ ലൈഫ് കണ്ട ഒരു നല്ല ഹാപ്പി ലൈഫാണ്. അപ്പൊ അവര് നിങ്ങളോട് എന്താ പറഞ്ഞെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ എന്തോ സീക്രറ്റ്സ് ഉണ്ട്, എന്തോ ഒരു എല്ലാം ക്ലിയർ അല്ല ഇവിടെ. ഹെർമിറ്റ്. അപ്പൊ ഇവിടെ ഒരു സൈലൻസ് ആൻഡ് സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. 10 of Pentacles, നിങ്ങൾക്ക് പ്രോമിസസ് ഉണ്ടാക്കും, പറഞ്ഞ ഒരു പ്രോമിസ് ഉണ്ടാവും, അവർ എപ്പോഴും പ്രോമിസ് ചെയ്യും നിങ്ങളോട്, അത് ഞാൻ യുനോ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം, നമ്മൾക്ക് കല്യാണം കഴിക്കാം, അങ്ങനത്തെ പ്രോമിസസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അൺഹാപ്പി ആയി യുനോ വാക്ക് അവേ ചെയ്യാൻ നോക്കണത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്റൻഷൻസ്? നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്യാനാണ് നോക്കണത്. എന്നുവെച്ചാൽ ഇത് ഈസി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വാക്ക് അവേ ചെയ്യാ പറഞ്ഞാൽ നിങ്ങൾക്കും ഫീലിങ്സ് ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കുറെ ഡ്രീംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ആണ് ചെയ്യണത്. ആൻഡ് അതാണ് ഫ്യൂച്ചറിലും നിങ്ങൾ ഈ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യും. ഈ പേഴ്സൺ തിരിച്ചു വന്നാലും നിങ്ങൾ ഈ പേഴ്സണെ നോ എന്നാണ് പറയുക. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് ആണ് നോക്കണത്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പം എൻ്റെ ലൈഫിൽ എന്താ ഉള്ളത് അതാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്. ഈ പേഴ്സന്റെ ഇന്റൻഷൻസ് എന്താണ് ഫ്യൂച്ചറിൽ? ഈ പേഴ്സന്റെ പ്ലാൻ എന്താണ്? ജഡ്ജ്മെന്റ്. അപ്പൊ ഇവര് പ്ലാൻ ചെയ്യണത് നിങ്ങളുടെ ഡിറക്ഷനിൽ തന്നെ വരാനാണ്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നാണ് അവരുടെ പ്ലാൻ. അവര് കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ട് അവരുടെ ഫാമിലി ലൈഫും അതൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ ആദ്യം തിരിച്ചു വരാൻ നോക്കും. എന്നുവെച്ചാൽ ഇവിടെ കിങ് ഓഫ് വോൺസ് ഒരു പാഷനേറ്റ് എനർജിയാണ്. അപ്പോൾ അവർ ഇത്ര ഈസിലി ഗിവ് അപ്പ് ചെയ്യില്ല. അവർക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം ആവണം തന്നെയാണ് ഇന്റൻഷൻ. പക്ഷെ അത് ഉണ്ടാവുമോ? എന്താണ് ആക്ഷൻ ഈ പേഴ്സൺ എടുക്കുക? ആക്ഷൻ ക്വീൻ ഓഫ് സോർഡ്സ് ആണ് ആൻഡ് മൂൺ. അപ്പൊ അവരെന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാച്ചാൽ അത് അവർ തുറന്ന് പറയാൻ പോകുന്നുണ്ട്. അവരുടെ ഫീലിങ്സ്, അവരുടെ എസ്പെഷ്യലി അവരുടെ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ അവരുടെ പാർട്ട്ണറിനോട് നിങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. അവരത് റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് അവരുടെ പ്ലാൻ, അതാണ് അവർ ആക്ഷൻ എടുക്കാൻ പോണത്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ പാർട്ട്ണറിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വിട്ടിട്ട് ആണ് അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണ്ടേ. അപ്പൊ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ അവർ ചിലപ്പോൾ അത് ഒളിപ്പിച്ചിട്ടാണ് വെക്കണത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷെ ഫ്യൂച്ചറിൽ അതാണ് അവർ പ്ലാൻ ചെയ്യണത്. അപ്പോ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ എന്തായിരിക്കും? ഔട്ട്കം ഇവിടെ 4 swords ആണ്. 4 swords ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പൊ കുറച്ച് ഞാനൊരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. 10 of wands ഒരു ബാഗേജിന്റെ റിലീസ് ചെയ്യണ എനർജിയാണ്. 3 of swords ഹാർട്ട് ബ്രേക്ക് ആണ്. അപ്പൊ ഇവിടെ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടാ അതൊക്കെ എന്റെ കാർഡ്സ് ഒക്കെ വീണു. ഒരു മിനിറ്റ് അത് എടുക്കാം. അപ്പൊ പറഞ്ഞ മാതിരി ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഔട്ട്കം. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി അവർ പ്രോമിസ് ചെയ്തു, പക്ഷെ അതൊന്നും ഡെലിവറി ചെയ്യില്ല. ആൻഡ് അത് ആണ് ഇവിടെ ഔട്ട്കം ആയിട്ട് ഞാൻ കാണുന്നത്. ഒരു സെപ്പറേഷനും ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ആൻഡ് 6 of wands. അപ്പോൾ 6 of wands വിക്ടറിയുടെ എനർജിയാണ്. അപ്പൊ ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. 6 of cups ഉണ്ട്. റീകൺസിലിയേഷൻ ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ആ പേഴ്സൺ സിംഗിൾ ആയിട്ടാണോ വരണേ ഓർ ഈ തേർഡ് പാർട്ടി അപ്ലൂ ഉണ്ടാവുമോ? 4 of Pentacles,
ഏസ് ഓഫ് കപ്സ്. അപ്പൊ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. കുറച്ചൊരു സമയം എടുക്കും നിങ്ങളുടെ ട്രസ്റ്റ് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഒരു പുതിയ ലവില് ബിഗിനിങ് ഉണ്ട്. ഹാങ്ഡ് മാൻ ഉണ്ട്. അപ്പൊ ഹാങ്ഡ് മാൻ ഒരു സാക്രിഫൈസിന്റെ എനർജിയാണ്. അപ്പോൾ അവർ വരുമ്പോൾ ചിലപ്പോൾ അവർ അപ്പോഴും അവരുടെ പാർട്ട്ണറുടെ കൂടെ തന്നെ ആയിരിക്കും. പക്ഷേ മേ ബി അവർ സെപ്പറേറ്റഡ് എനർജിയിലാണ്. അപ്പോൾ മേ ബി അവരും അവരുടെ പാർട്ട്ണർ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഓരേഴ്സ് അവർ അത് തീരുമാനിക്കും, അത് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആവും എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഹാങ്ഡ് മാൻ പൈസീസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് ലീബ്ര? പക്ഷെ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയാലും ഈ പേഴ്സൺ തിരിച്ചു വരും. എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അപ്പൊ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോ യൂണിവേഴ്സ് അതാണ് പറയണത്, ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അത് മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾക്കൊന്നും ക്ലിയർ അല്ല. ഈ പേഴ്സൺ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാ ഈ പേഴ്സൺ അത് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കുറെ സമയം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും അത് ഈ പേഴ്സൺ ഓണസ്റ്റ്ലി അത് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിന്റെ. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം വെച്ചാൽ കുറച്ചുകൂടി ഇൻഫർമേഷന്റെ ആവശ്യമുണ്ട്. ഇവിടെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഉണ്ടാവാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ചാറ്റ് ഐക്കൺ ഉണ്ട്, ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. എന്നെല്ലാം പേയ്മെന്റ് ഡീറ്റെയിൽസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.